واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم. اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد. اما بعد فان خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار. اعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون. اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقهوا قولي. സ്നേഹാദരണീയരായ സത്യവിശ്വാസി വിശ്വാസികൾ, അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും പാലിക്കണമേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, ഉണർത്തുകയാണ്. അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് അൽഹംദുലില്ലാഹ് നമുക്ക് ഒരു ഈദ് കൂടെ വന്നിരിക്കുകയാണ്. തക്ബീർ ധ്വനികൾ മുഴങ്ങി എങ്ങും പെരുന്നാളിന്റെ സന്തോഷവും സുഖവുമൊക്കെ നാം ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിരുന്നാലും നമ്മുടെ നാട് നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രയാസങ്ങൾ വിസ്മരിക്കുന്നില്ല. അതിൻ്റെ ഇടയിലൂടെയും മനുഷ്യന്റെ ഏറ്റവും പ്രഥമമായ ഇസ്ലാം അനുവദിക്കുന്ന ആഘോഷത്തെ മതിമറക്കാതെ ആഘോഷിക്കുവാനുള്ള അവകാശം ഉണ്ട് എന്നുള്ളതും നമുക്ക് സന്തോഷകരമായിട്ടുള്ള കാര്യം തന്നെയാണ്. 3 കാര്യങ്ങളാണ് ഈദിൽ ഉണർത്തുവാനുള്ളത്. ഒന്ന്, വിട പറയുന്ന റമദാൻ. റമദാനെ കുറിച്ചുള്ളൊരു ബോധം നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട്. വിശുദ്ധ റമദാൻ നമുക്ക് നേടിത്തന്നിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് തഖ്വയാണ്, സൂക്ഷ്മതയാണ്. നിങ്ങൾ സൂക്ഷ്മത കൈവരിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കിയത് എന്ന് ഖുർആൻ പരിചയപ്പെടുത്തി തരുന്നത്. റമദാൻ നമ്മളെ സമ്മതം ചോദിക്കാതെ വിട പറഞ്ഞു പോകുമ്പോൾ ആ തഖ്വയുടെ ഭാഗം എത്രത്തോളം പൂർത്തീകരിക്കുവാൻ സാധിച്ചിട്ടുണ്ട് എന്നതിനെ കുറിച്ചൊരു ചിന്ത നമുക്കുണ്ടാകും. അള്ളാഹുമായിട്ട് എത്രത്തോളം എനിക്ക് ബന്ധം സ്ഥാപിക്കുവാൻ സാധിച്ചിട്ടുണ്ട്, അള്ളാഹു എന്റെ കൂടെ ഉണ്ട് എന്നുള്ള ധൈര്യവും വിശ്വാസവും എത്ര മനുഷ്യർക്ക് നേടിയെടുക്കുവാൻ സാധിച്ചിട്ടുണ്ട്. അങ്ങനെ നേടിയെടുക്കുന്ന മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഖുർആൻ പറയുന്നുണ്ട്, അള്ളാഹുവിനെ തഖ്വയോടുകൂടി സൂക്ഷ്മതയോടുകൂടിയിട്ട് അള്ളാഹുവിനെ ഓർക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏതൊരു പ്രയാസത്തിലും പ്രശ്നത്തിലും അവന്റെ റബ്ബ് അവന്റെ കൂടെ ഉണ്ടാകുമെന്ന ധൈര്യം അത് വല്ലാത്തൊരു ധൈര്യമാണ്, അത് വല്ലാത്തൊരു പ്രതീക്ഷയാണ്. ഏതൊരു പ്രയാസത്തെയും നേരിടാനുള്ള ചങ്കൂറ്റവും ചങ്കുറപ്പും നൽകുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വാക്കുകളാണ് എന്ന് നാം നമ്മുടെ മനസ്സിനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. രണ്ടാമത്തെ ഭാഗം തഖ്വയിൽ നിന്ന് ഉടലെടുക്കേണ്ട ഒന്നാണ് ഈമാനിക ബോധം എന്ന് പറയുന്നത്. എന്റെ ആരാധന, നോമ്പിലുണ്ടാകുന്ന ആരാധനയും നോമ്പ് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ആരാധനയും ഞാൻ സൂക്ഷിക്കേണ്ടതുണ്ട്. നോമ്പില് പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ വല്ലാണ്ട് മനസ്സും ശരീരവും ഒന്നുപോലെ തന്നെ അതിനുവേണ്ടി ഒരുങ്ങുന്ന ഒരു കാഴ്ചയാണ് നാം കാണാറുള്ളത്. എന്നാൽ നോമ്പ് കഴിയുമ്പോൾ സമയം കിട്ടിയിട്ടും പള്ളി വിനാരങ്ങളിലേക്ക് കയറാതെ പരിശുദ്ധ ഖുർആൻ ഒന്നും തൊടാതെ നമ്മുടെ മനസ്സ് അതിൽ നിന്ന് അകന്നു പോകുന്നുണ്ട് എങ്കിൽ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ റമദാൻ എന്തു മാറ്റമാണ് നമ്മിൽ ഉണ്ടാക്കിയിട്ടുള്ളത് എന്ന് നാം കൃത്യം ആലോചിക്കേണ്ടതുണ്ട്. തിരക്കുകൾ വരും. റമദാനിൽ ഉണ്ടാകുന്ന ഒഴിവ് സമയങ്ങൾ ചിലപ്പോ റമദാൻ കഴിഞ്ഞാൽ ഉണ്ടായിക്കൊള്ളുന്നില്ല. ആ ഒഴിവ് സമയത്തെ ഉണ്ടാക്കിയെടുക്കേണ്ടത് നമ്മളാണ്. കാരണം പരിശുദ്ധ റമദാനിലൂടെ ഒഴിവ് സമയത്തെ ഉണ്ടാക്കിയെടുക്കുവാൻ നമ്മളെലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തി പണിയെടുപ്പിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നോമ്പ് കഴിഞ്ഞാലും ആ പരിശുദ്ധ ഖുർആനിന്റെ പാരായണത്തിനും ആരാധനാ കർമ്മത്തിന്റെ കൃത്യതയ്ക്കും വേണ്ടിയിട്ട് നാം നിരന്തരം പരിശ്രമിക്കേണ്ടതുണ്ട്. ഈമാൻ ചോർന്നു പോകുവാൻ പാടില്ല. ഒരു മനുഷ്യന് ഈമാൻ നഷ്ടപ്പെട്ടു പോയാൽ അള്ളാഹുവിലും അതേപോലെ തന്നെ അവന്റെ റസൂൽ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് മെല്ലെ മെല്ലെ വിട്ടുപോവുകയാണെങ്കിൽ അവന് നിർഭയത്വം ഉണ്ടാവുകയില്ല എന്ന് ഖുർആൻ പറയുന്നുണ്ട്. ആർക്കാണ് നിർഭയം? അല്ലദീന ആമനൂ വലം യൽബിസൂ ഈമാനഹും ബിദുൽമിൻ ഉലൈക ലഹുൽ അംൻ. അല്ലാഹുവിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന
ആ വിശ്വാസത്തിൽ അക്രമം പ്രവർത്തിക്കാത്ത ഒരു മനുഷ്യൻ, താൻ ജീവിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ അനുസരിക്കാനാണ് എന്ന കൃത്യമായ ബോധ്യമുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നിർഭയത്വം ഉണ്ടാകും. ഏത് പരീക്ഷണത്തിലും പ്രയാസത്തിലും മനസ്സ് തളരാതെ, മനസ്സിന് ഒരു പതർച്ചയും ഉണ്ടാകാതെ എല്ലാ പ്രയാസത്തെയും നേരിടാനുള്ള ചങ്കുറപ്പ് അവർക്ക് ഉണ്ടാകും. കാരണം അവര് ഈമാനുള്ള മനുഷ്യനായിരിക്കും. അത് നോമ്പിലൂടെ നമ്മൾ നേടിയെടുത്തതാണ്. നോമ്പ് കഴിഞ്ഞാലും അത് നിലനിർത്തുക എന്നുള്ളത് എന്റെയും നിങ്ങളുടെയും ഉത്തരവാദിത്തമാണ് എന്ന ബോധം ഉണ്ടാകേണ്ടത്. മറ്റൊരു ഉപദേശം നൽകാനുള്ളത് അല്ലാഹുവിന്റെ നിഅമത്തുകളെ കുറിച്ചാണ്, അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങളെ കുറിച്ച് ഒരു ബോധം നമുക്ക് വേണം. യാ അയ്യുഹന്നാസ് അദ്കുറൂ നിഅമത്തല്ലാഹി അലൈക്കും. ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നത് അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങളെ നിങ്ങൾ ഓർക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് അനുഗ്രഹങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ട്. ജീവിക്കാനുള്ള അനുഗ്രഹമാണ് ഏറ്റവും സുന്ദരമായിട്ടുള്ള അനുഗ്രഹം എന്ന് പറയുന്നത്. കാണാനും കേൾക്കാനും സഞ്ചരിക്കുവാനും ശ്വസിക്കുവാനും ഒക്കെയുള്ള അനുഗ്രഹം ഖുർആൻ എടുത്തു പറയുന്നത്. നിങ്ങൾ പ്രസ്താവ്യമായിട്ട് ഒന്നുമല്ലാത്തൊരു കാലം നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയിട്ടില്ലേ? നിങ്ങൾക്ക് നിങ്ങളെ കുറിച്ച് തന്നെ ചിന്തിക്കാൻ പറ്റാത്തൊരു കാലം കഴിഞ്ഞു പോയിട്ടുണ്ട്. എന്നിട്ട് നിങ്ങളെ സൃഷ്ടിച്ചതിനെ കുറിച്ച് ഖുർആൻ ഭംഗിയായിട്ട് പറഞ്ഞു നോക്കുന്നുണ്ട്. നിങ്ങൾക്ക് കാഴ്ചയും ചിന്തിക്കാനുള്ള ശേഷിയും ഒക്കെ നൽകിയിട്ടുണ്ട്. എന്നിട്ടോ സന്മാർഗവും കാണിച്ചു തന്നിട്ടുണ്ട്. എന്നിട്ട് ചില ആളുകൾ കാഫിരീകളാണ്, ധിക്കാരികളായിട്ട് മാറുന്നത്. എന്നാൽ ചില ആൾക്കാരോ ശുക്ർ കാണിക്കുന്ന ശാഫികളായിട്ട് മാറുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുന്ന മനുഷ്യരാകണം. റമദാനിൽ നിത്യേന ദിക്റുകൾ ചൊല്ലിയിരിക്കുന്ന നാവിക്കുമ്പിൽ നിന്ന് ഇനിയും ദിക്റുകൾ തന്നെ മുഴുകേണ്ടതുണ്ട്. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, മറ്റു ദിക്റുകൾ ഒരിക്കലും നിലച്ചുകൂടാ, ഒരിക്കലും നിന്നുകൂടാ. അത് നിരന്തരം വന്നുകൊണ്ടിരിക്കണം. ഇസ്തിഗ്ഫാർ നടത്തിക്കൊണ്ടിരിക്കണം, തൗബ നടത്തിക്കൊണ്ടിരിക്കണം. അല്ലാഹുവിലേക്ക് മനസ്സർപ്പിച്ചുകൊണ്ട് കൈകൾ ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥനയോട് കൂടിയിട്ട് അല്ലാഹുവിലേക്ക് നിരന്തരം പോവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അത് നോക്കി നേടിയെടുത്ത ഒന്നാണ്. എന്നാൽ അത് നഷ്ടപ്പെടുത്തിക്കൂടാ. ദിക്റുകൾ ചൊല്ലാൻ പറ്റും. രൂപപ്പെടുത്തിയിട്ടുള്ളത് കാഴ്ചയും കേൾവിയും ബുദ്ധിയും ഒക്കെ നൽകിയിട്ടുണ്ട്. എന്നാൽ ചില മനുഷ്യരുണ്ടല്ലോ, കുറച്ച് മാത്രമേ നന്ദി കാണിക്കുന്ന ആളുകളായിട്ടുള്ളൂ. കാരണം നന്ദി കാണിക്കാൻ അറിയാനില്ല. പക്ഷെ തിരക്കുകളിലേക്ക് പോകുമ്പോ അള്ളാഹു ചിലപ്പോൾ മറന്നു പോകുന്ന ആളുകളുണ്ട്. അങ്ങനെ മറന്നു പോകുന്ന ആളുകൾക്ക് മഈശത്തുൻ നോക്കാന്നാണ് സൂറത്തുൽ ത്വാഹ പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അവർക്ക് ഇടുങ്ങിയ പ്രയാസമുള്ള വഴിയായിരിക്കും ഉണ്ടാവുക. റമദാൻ കഴിഞ്ഞാലും ഈദിന്റെ ആഘോഷങ്ങളിലും ഈദ് കഴിഞ്ഞാലും അള്ളാഹുവിനെ സ്തുതിക്കുന്ന ഒരു മനുഷ്യനായിട്ട് നമുക്ക് മാറാൻ പറ്റും. ദിക്റുകൾ ചൊല്ലുന്ന, ദുആകൾ ചൊല്ലുന്ന മനുഷ്യനായിട്ട് നമുക്ക് മാറാൻ പറ്റും. മറ്റൊന്ന് പ്രാർത്ഥന തന്നെയാണ്. നമ്മുടെ നാട് നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രയാസം നമുക്കറിയാം. അതേപോലെ തന്നെ രോഗം കൊണ്ടും മറ്റു പ്രയാസം നേരിടുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. ഈ പെരുന്നാൾ സുദിനത്തിൽ തന്നെ നമ്മോടൊപ്പം പങ്കുചേരാൻ പറ്റാത്ത ഒരുപാട് രോഗികളായിട്ടുള്ള ആളുകളുണ്ട്, മരണപ്പെട്ടു പോയിട്ടുള്ള ആളുകളുണ്ട്, മറ്റു പ്രയാസം നേരിടുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. അവർക്കൊക്കെ പ്രാർത്ഥനയാണ് നമുക്ക് കൊടുക്കാനുള്ള ഏറ്റവും വലിയ ഈദ് ഹദിയ എന്ന് പറയുന്നത്. ഈദ് ഹദിയ സമ്മാനം എന്ന് പറയുന്നത് പ്രാർത്ഥനയാണ്. നമുക്കും ആത്മവിശ്വാസം നൽകുന്നത്, പ്രചോദനം നൽകുന്നത് പ്രാർത്ഥന തന്നെയാണ്. മതവിധത്തിന്റെ ചരിത്രം പരിശോധിച്ചു നോക്കിയാൽ, പ്രവാചകന്മാരുടെ ചരിത്രം പരിശോധിച്ചു നോക്കിയാൽ ഒക്കെ അവരുടെ ആയുധം പ്രാർത്ഥനയാണ്. പ്രവാചകൻ പഠിപ്പിച്ചിരുന്നത് അല്ലാഹുവിലേക്ക് കൈയുയർത്തി പ്രാർത്ഥിക്കാൻ പറ്റും. എന്റെ തെറ്റുകളെ കുറിച്ച് പ്രാർത്ഥിക്കാൻ പറ്റും, നാടിന്റെ പ്രയാസങ്ങളെ കുറിച്ച് പ്രാർത്ഥിക്കാൻ പറ്റും, നമ്മുടെ ഏറ്റവും വേണ്ടപ്പെട്ടവർക്ക് പ്രാർത്ഥിക്കാൻ പറ്റും. അങ്ങനെ സമയമെടുത്ത് നമ്മുടെ ആയുഷ്കാലത്ത് പ്രാർത്ഥനയോട് കൂടിയിട്ട് അല്ലാഹുവിലേക്ക് അടുക്കുന്ന മനുഷ്യരാകുവാൻ നമ്മൾ നിരന്തരം പരിശ്രമിക്കുക എന്നുള്ളതാണ്. മറ്റൊന്ന് കുടുംബമെന്ന് നിലനിർത്തുക എന്നതാണ്. ഈദ് എന്ന് പറയുന്നത് അത് സന്തോഷത്തിന്റെ സുദിനമാണ്. എല്ലാ മനുഷ്യരും അന്ന് പുഞ്ചിരിക്കുന്ന മുഖങ്ങളായിരിക്കും. ഒരുപാട് സൗഹൃദങ്ങൾ അന്ന് പുതുക്കുന്ന ദിവസങ്ങളാണ്. അത് സൗഹൃദങ്ങളാകട്ടെ കുടുംബബന്ധങ്ങളാകട്ടെ എല്ലാം പുതുക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഈദ് എന്ന് പറയുന്നത്. അതിനാൽ കുടുംബബന്ധങ്ങൾ നിലനിർത്തുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നമ്മുടെ ഇടയുമായിട്ടുള്ള ബന്ധം, മക്കളുമായിട്ടുള്ള ബന്ധം, അതേപോലെ തന്നെ ഏറ്റവും അടുത്ത കുടുംബവുമായിട്ടുള്ള സുഹൃത്തുക്കളുമായിട്ടുള്ള ബന്ധങ്ങളൊക്കെ നിരന്തരം പുതുക്കുകയും അവർക്കൊക്കെ പുഞ്ചിരിയോടുകൂടി സലാമർപ്പിക്കുകയും ഒക്കെ ചെയ്ത് ആ ബന്ധം കൂട്ടിയുറപ്പിക്കുവാൻ നാം നിരന്തരം പരിശ്രമിക്കുക എന്നുള്ളതാണ് ഈ ഈദിൽ നമുക്ക് പറയാനുള്ളത്. അങ്ങനെ പ്രാർത്ഥനയോടുകൂടി ഈമാൻ നിലനിർത്തിക്കൊണ്ട് തഖ്വ നിലനിർത്തിക്കൊണ്ട് അല്ലാഹുവിലേക്ക് അടുക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു സമാധാനം,
നമുക്കുണ്ടാകുന്ന വല്ലാത്തൊരു പ്രതീക്ഷയും അതാണ് ഏറ്റവും വലിയ ധൈര്യം എന്ന് പറയുന്നത്. അതിന് അള്ളാഹുവിലേക്ക് ആരാധന എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ആണ് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ആരാധനയിൽ ഒരു വിധത്തിലുള്ള കുറവ് വരുത്തുവാൻ പാടില്ല. പള്ളിയിൽ ആരെങ്കിലും വാക്ക് കേൾക്കുന്ന സമയത്ത് അതിന് മുമ്പേ നമസ്കാരത്തിന് വേണ്ടി ഒരുക്കുവാനും നമ്മിൽ നിന്ന് നമ്മൾ നിലനിർത്തിയിട്ടുള്ള ശീലങ്ങളുണ്ട്. അതുകൂടെ നമ്മൾ വളരെ പ്രധാനപ്പെട്ട ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. കുറേ ശീലങ്ങൾ റമദാനിൽ തടഞ്ഞു വെച്ചിട്ടുണ്ട്. സ്വഭാവത്തിലും പെരുമാറ്റത്തിലുമൊക്കെയുള്ള കുറേ ശീലങ്ങൾ നമ്മൾ തടഞ്ഞു വെച്ചിട്ടുണ്ട്. എന്നാൽ നോമ്പ് കഴിയുന്നതോടുകൂടി ആ ശീലങ്ങൾ നമ്മൾ തടഞ്ഞു വെച്ചിട്ടില്ല, നമ്മിൽ നിന്ന് മാറ്റിയിട്ടുള്ള ആ ദുശീലങ്ങളെ ഒരിക്കലും നമ്മുടെ ജീവിതത്തിലേക്ക് സ്വാഗതം ചെയ്യാൻ പറ്റില്ല. ശവമാണ്, സംസാര മര്യാദമാണ്, പെരുമാറ്റത്തിലും എല്ലാത്തിലും നമ്മൾ നേടിയെടുത്തിട്ടുള്ള ആ ശീലങ്ങളെ നമുക്ക് നിരന്തരം തുടർന്നു കൊണ്ടുപോകുവാൻ സാധിക്കണം. അല്ലാഹു റസൂൽ പറഞ്ഞു, നിങ്ങൾക്ക് റമദാൻ മാസം കിട്ടിയിട്ടും ആ റമദാനെ വേണ്ടതിന് ഉപയോഗപ്പെടുത്താൻ പറ്റാതെ പോയിട്ട് മനുഷ്യന് നാശമെന്ന് അല്ലാഹു റസൂൽ മിമ്പറിലേക്ക് കയറുന്നതിന് മുമ്പ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിക്കുമ്പോൾ ആമീൻ പറഞ്ഞ സന്ദർഭം നമുക്കറിയാം. പ്രിയപ്പെട്ടവരെ, റമദാനാണ് നമ്മിൽ നിന്ന് കടന്നു പോയിട്ടുള്ളത്. കഴിഞ്ഞ പോലത്തെ റമദാൻ തന്നെയാണ് ഈ റമദാനെങ്കിലും ആ റമദാനിൽ എന്ത് മാറ്റമാണ് നമുക്ക് വരുത്താൻ സാധിച്ചിട്ടുള്ളത് എന്നതിനെ കുറിച്ചൊരു ചിന്ത നമുക്ക് ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ ഏറ്റവും നല്ല റമദാൻ അല്ലാഹുവേ നമ്മിൽ നിന്ന് സ്വീകരിക്കണേ എന്ന് ആത്മാർത്ഥമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ തുടർന്നും നന്മയിൽ മുന്നേറുവാൻ നമുക്ക് സാധിക്കും. മറ്റൊന്നാണ് സാമ്പത്തികമായിട്ടുള്ള സഹായവും അതേപോലെ തന്നെ നന്മയിൽ മുന്നേറുവാൻ ഖുർആൻ പറയുന്നുണ്ട്. അല്ലദീ ഖൽഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. ഏറ്റവും നല്ല പ്രവർത്തനം പ്രവർത്തിക്കാൻ നമുക്ക് സാധിക്കണം. റമദാനിൽ ആത്മാർത്ഥമായി നമ്മൾ സ്വതക്ക ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ മറ്റ് അമലുസ്വാലിഹാത്തുകൾ ചെയ്തിട്ടുണ്ട്. നോമ്പ് കഴിഞ്ഞല്ലോ എന്ന് വിചാരിച്ച് ഈശയിൽ നിന്ന് പണത്തിന്റെ ആ ഒരു തോത് ഒഴിഞ്ഞു പോകാൻ പാടില്ല. അമലുസ്വാലിഹാത്തുകൾക്ക് ഒരു മടുപ്പും അതേപോലെ തന്നെ ഒരു നിർജീവതയും വരാൻ പാടില്ല. നോമ്പ് കഴിഞ്ഞാലും അമലുസ്വാലിഹാത്തുകൾ ചെയ്യണം. നോമ്പിന് മാത്രം പ്രത്യേകമായിട്ട് പഠിപ്പിച്ചിരുന്ന ഒരു ആരാധനയുമില്ല. നോമ്പ് കഴിഞ്ഞാലും നിലനിർത്തേണ്ട ശീലങ്ങളെയാണ് നോമ്പിലൂടെ നമ്മൾ നേടിയെടുക്കേണ്ടത്. അതുകൊണ്ട് സ്വതക്ക ചെയ്യാൻ പറ്റണം, ആളുകളുടെ പ്രയാസങ്ങളെ കണ്ടത് സഹായിക്കാൻ പറ്റണം, അമലുസ്വാലിഹാത്തുകൾ ചെയ്യാൻ പറ്റണം, ആരെയും ബോധ്യപ്പെടുത്താത്ത പ്രവർത്തനങ്ങളിലൂടെ അള്ളാഹുവിലേക്ക് അടുക്കുവാൻ സാധിക്കണം. അങ്ങനെ ഏറ്റവും നല്ല മനുഷ്യനായിട്ട് അള്ളാഹുവിലേക്ക് കടന്നു പോകുന്ന, അള്ളാഹു സ്വർഗം വാഗ്ദാനം നൽകിയിട്ടുള്ള ആ മനുഷ്യരുടെ കൂട്ടത്തിലേക്ക് നമുക്ക് പോകുവാൻ സാധിക്കേണ്ടതുണ്ട്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നു പോയിട്ടുള്ള തെറ്റുകുറ്റങ്ങളൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്തു മാപ്പാക്കിത്തരുമാറാവട്ടെ. നമ്മിൽ നിന്ന് ഒരുപാട് തെറ്റ് വന്നു പോയിട്ടുണ്ട്. എല്ലാം അറിയുന്നവനാണ്, കാണുന്നവനാണ്, കേൾക്കുന്നവനാണ്. നീ അത് പുറത്തു മാപ്പാക്കിത്തരണേ റഹ്മാനേ. കടം കൊണ്ട് കഷ്ടപ്പെടുന്നവരുണ്ട്, അവരുടെ കടം നീ മാറ്റി കൊടുക്കണം റഹ്മാനേ. രോഗം കൊണ്ട് കഷ്ടപ്പെടുന്നവരുണ്ട്, അവരുടെ രോഗം നശിക്കാക്കി കൊടുക്കണം റഹ്മാനേ. അവരിൽ നിന്ന് മരണപ്പെട്ടു പോയ ബന്ധുക്കൾ, കുടുംബക്കാർ, കൂട്ടുകാർ, അയൽവാസികൾ, പണ്ഡിതന്മാർ, അവരൊക്കെ വസതിയായ ജീവിതവും പരലോക ജീവിതവും സുഖപ്പെടുത്തി കൊടുക്കുകയും അവരെയും ഞങ്ങളെയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യേണ്ടതാണ്. നമ്മുടെ നാട് വളരെ വലിയ പ്രയാസം നേരിട്ടുകൊണ്ടിരിക്കുകയാണ് റഹ്മാനേ. ആ പ്രയാസത്തിൽ നിന്ന് മാറ്റി തരണേ റഹ്മാനേ. അല്ലാഹുവേ, എല്ലാ പ്രയാസത്തെയും നീക്കി സമാധാനവും സന്തോഷമുള്ള അന്തരീക്ഷം ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണം റഹ്മാനേ. പഴയ പോലത്തെ അവസ്ഥയിലേക്ക് നീ ഞങ്ങളുടെ നാടിനെ മാറ്റി തരണേ റഹ്മാനേ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات يا قاضي الحاجات. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا من النار. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. اللهم امنا في اوطاننا واهدم نعمه الامن والاستقرار في بلادنا. اللهم وفق أميرنا وولي أهد بهدى واجعل أعمالها في رضاك والبسهما ثوب الصحة والعافية والإيمان واجعل هذا البلد آمنا مستقبلا وسائر بلاد المسلمين واغفر إخواتنا المراقبين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين.